നിങ്ങൾക്ക് ചിലർക്കൊരു സംശയമുണ്ട്, ഈ ഖാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതൊരു വലിയൊരു കീറാമുട്ടിയായിട്ട് കിടക്കണം. ആദ്യം അതങ്ങ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സമാധാനമായിക്കോളെ, ഇനി ഉറങ്ങാം. പിന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത്, നമ്മുടെ അച്ഛന്മാരൊക്കെ അറിയാം, സെമിനാരിയിൽ ഫിലോസഫി, തിയോളജി, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന ഒരു വലിയ അതിശക്തമായൊരു പ്രചോദനമാണ്. നമുക്കെല്ലാവർക്കും ദൈവം അപ്പനായുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ ദൈവത്തിനുള്ളതെല്ലാം ആർക്കുള്ളതാണ്? വെരി സിമ്പിൾ അല്ലേ? മക്കൾ അപ്പന് വേണ്ടിയാണോ, അപ്പൻ മക്കൾക്ക് വേണ്ടിയാണോ അധ്വാനിക്കേണ്ടത്? മക്കൾ അപ്പന് വേണ്ടിയാണോ, അപ്പൻ മക്കൾക്ക് വേണ്ടിയാണോ സമ്പാദിക്കേണ്ടത്? അപ്പൻ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത്. മക്കളുടെ സ്വത്ത് അപ്പന് അത്രയും വലിയ ക്ലെയിമില്ല. അപ്പൻ്റെ സ്വത്ത് മക്കൾക്ക് ക്ലെയിം ചെയ്യാം. ശരിയല്ലേ? ഉണ്ടല്ലോ. ഞാൻ ആ സൂത്രം പഠിച്ച് ഞാൻ പറഞ്ഞു, സ്വർഗസ്നായ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. സ്വർഗസ്നായ പിതാവിനുള്ളത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്ത് പിതാവ് അത് തരണേ ഇത് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ പോവുക, എടുക്കുക, അങ്ങോട്ട് പോരുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. ഇതറിഞ്ഞപ്പം, അതറിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം എൻ്റെ പേരങ്ങോട്ട് മാറ്റി. ഞാൻ പറഞ്ഞു, ഇന്ന് തൊട്ട് എൻ്റെ പേര് സേവ്യർ എന്നല്ല, സേവ്യർ ഖാൻ എന്നാന്ന് പറഞ്ഞു. ഖാൻ എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഉറുദു വാക്കാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, ഞാൻ അതിൻ്റെ അർത്ഥം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അഖില ലോക ചക്രവർത്തി എന്നാണ്. അഖില ലോക ചക്രവർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പം അച്ഛനെ കണ്ട അങ്ങനെ തോന്നുന്നില്ലെന്നാണ്. അച്ഛൻ്റെ സംസാരവും അച്ഛൻ്റെ പ്രകൃതമൊക്കെ ആണ്. ഒരു ചക്രവർത്തി പോയിട്ട് ഒരു തൂപ്പുകാരൻ്റെ പോലും അങ്ങനെയായിരിക്കും നിങ്ങൾ ചിലർ വിചാരിക്കണത്. പണ്ടങ്ങനെയായിരുന്നു എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും എൻ്റെ അപ്പനെ കാണുമ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ അഡ്രസ്സാണ്? എൻ്റെ അപ്പൻ്റെ അഡ്രസ്സാണ്. അല്ല, എല്ലാവരും അങ്ങനെയല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ആരും പിന്നെ ജീവിതത്തിൽ സങ്കടപ്പെടില്ല. നമ്മളാരും പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ല. സ്ട്രെസ്സ്, ഡിപ്രഷൻ, സങ്കടം, വിഷമം ഒന്നുമില്ല. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹവും സങ്കല്പവും സ്വപ്നവും എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ സങ്കല്പം, വലിയ സ്വപ്നം നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. അതിലൊരു വലിയ കാര്യം എന്തെന്നറിയാവോ? നമ്മളെ ദൈവപിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ച് തരണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ വേറൊരു ദൈവമാക്കി മാറ്റണം, വേറൊരു ദൈവമാക്കി മാറ്റണം. അത് എന്നെക്കുറിച്ച് മാത്രമല്ല, ഈ ധ്യാനം കൂടെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയൊരു സ്വപ്നം അതാണ്. നിങ്ങൾ ദൈവത്തെ പോലെ വേറൊരു ദൈവമായിരിക്കണം. അങ്ങനെ മോശേനെ വിളിച്ചു. മോശേനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവം മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ വേറൊരു ദൈവമാക്കി ഫറവോയുടെ അടുത്ത് കൊണ്ട് നിർത്തും എന്നാ പറഞ്ഞത്. എവിടെ പറഞ്ഞിരിക്കണേ? പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തെ പോലെയാക്കി മാറ്റി. ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെ പോലെയാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ ബൈബിളിൽ? പുറപ്പാട് 7:1 വായിച്ചേ. കർത്താവ് മോശയോട് പറഞ്ഞു. അങ്ങനെ ധൈര്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ പുത്രി ഉറക്കപ്പറ. കർത്താവ് മോശയോട് പറഞ്ഞു, നല്ല ധൈര്യം, നല്ല ക്ഷണയൊക്കെ പറഞ്ഞോ. ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. ദൈവം ആക്കിയാൽ ആക്കിയത് തന്നെ, ദൈവം എഴുതിയത് തന്നെ, ദൈവം പറഞ്ഞത് തന്നെ, ദൈവം തീരുമാനിച്ചത് തന്നെ. മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇതാ ഞാൻ നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ ഫറവോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൂപ്പരാണ്. ഫറവോയ്ക്ക് നിന്നെ ഞാൻ ദൈവത്തെ പോലെ ആക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അത് മോശേനെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിൻ്റെ എല്ലാ മക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു സ്വപ്നം അങ്ങനെയാണ്. അട്ടേനെ പിടിച്ച് മെത്തേ കിടക്കുക,
ഏതോ ഒരെണ്ണത്തിൻ്റെ സംഗതി പന്തിരാണ്ട് കാലം എന്താ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര പറഞ്ഞാലും എത്രമാത്രം ദൈവം എന്ന് പറഞ്ഞാലും ശരി, നമ്മൾ പിന്നെയും പറയും എന്താണ്, നമ്മൾ പിന്നെയും പറയും എന്ത് ജീവിതം, എനിക്കെന്ത് വില, എനിക്കൊരു വിലയില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനെന്തിനെങ്ങനെ ജീവിക്കും, ഇതിലും വരെ ചത്താൽ മതിയായിരുന്നു, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണില്ല. ഇതാണ് ഒരുപാട് പേരുടെ സങ്കടം. ദൈവത്തിൻ്റെ സങ്കടം ഇയാൾക്ക് എങ്ങനെ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എൻ്റെ ഒപ്പം ഇരിക്കേണ്ട ആൾ, ഇയാളുടെ സങ്കടം എൻ്റെ പ്രാർത്ഥന, എൻ്റെ ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കണം, ദൈവത്തിന് പോലും എന്നെ ഇഷ്ടമാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ചത്താൽ മതിയായിരുന്നു, ട്രെയിൻ ഇവിടെ ഇല്ലല്ലോ, എന്നതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വത്തും പണമൊന്നും ആവശ്യമില്ല, ഒറ്റ കാര്യം മാത്രം മതി, നമുക്ക് ദൈവം മാത്രം മതി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയെടുക്കണ്ടേ. ഞാനിത് സെമിനാരി വെച്ച് മനസ്സിലാക്കിയ സൂത്രമാണത്. പിന്നെ അട്ടപ്പാടി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയത്.